അതിക്രൂരമായ ക്രൂശുമരണം വരിക്കുന്നതിനു മുൻപ് യേശു തന്റെ ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. പിന്നീട് യേശു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുകയായിരുന്നു. കാരണം അന്ന് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച, കുരുടന് കാഴ്ച നൽകിയ, മരിച്ചവരെ ഉയർപ്പിച്ച ക്രിസ്തുവിന്റെ തണലിൽ അവർ സുരക്ഷിതരായിരുന്നു. എന്നാൽ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ എല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നിരുന്നു. അവരിൽ ആരെയും ഉറക്കം അലട്ടിയിരുന്നില്ല. കാരണം അന്നവർ അരക്ഷിതാവസ്ഥയിലായിരുന്നു. സ്നേഹിത, ഇന്ന് നമ്മൾ സകല വിധത്തിലും സുരക്ഷിതരായിരിക്കാം. എന്നാൽ ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടുന്ന ഒരു കാലം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോഴും മോശയെപ്പോലെ കണ്ണിന്റെ കാഴ്ചശക്തി പോലും നഷ്ടപ്പെടാതെ അന്ത്യം വരെ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നിന്റെ യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യും മുമ്പേ തന്നെ എന്ന വചനപ്രകാരം നാം ജീവിക്കണം.